നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. രവി നായിക്കിന് യാത്രാമൊഴി. മുൻ മുഖ്യമന്ത്രിയും കാർഷിക മന്ത്രിയുമായ രവി നായിക്കിന്റെ സംസ്കാരം പൂർണ്ണ ബഹുമതികളോടെ പോണ്ടയിൽ നടന്നു. ഗോവ പോലീസ് 21 ഗൺ സല്യൂട്ട് നൽകി. BJP MLA ആയിരുന്ന രവി നായിക് ഇന്നലെ പുലർച്ചെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അന്തരിച്ച നേതാവിനോടുള്ള ആദര സൂചകമായി ഗോവ സർക്കാർ ഒക്ടോബർ 15 മുതൽ 17 വരെ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ബുധനാഴ്ച പൊതു അവധി ദിനമായി പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നായിക്കിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി തുടങ്ങിയ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കടുത്ത പനി ബാധിച്ച് ആൺകുട്ടി മരിച്ചു. സൗത്ത് ഗോവ ജില്ലാ ആശുപത്രിയിൽ 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ മരിച്ച നിലയിൽ കൊണ്ടുവന്നു. കുട്ടിയുടെ അമ്മയായ റബിയ ഖാത്തൂർ പറയുന്നതനുസരിച്ച് കുട്ടിക്ക് 4 ദിവസമായി കടുത്ത പനിയുണ്ടായിരുന്നുവെന്നാണ്. പെട്ടെന്ന് കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയും ഛർദി ആരംഭിക്കുകയും ചെയ്ത കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. 35 രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്ന 20ാമത് ജിയോ ട്രേസസ് ശാസ്ത്രീയ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഡോണോപോളയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിൽ ആരംഭിച്ചു. ഒക്ടോബർ 15 മുതൽ 17 വരെ നടക്കുന്ന യോഗത്തിൽ 20 അംഗങ്ങൾ നേരിട്ടും 15 പേർ ഓൺലൈനിലും പങ്കെടുക്കുന്നു. സമുദ്ര പരിസ്ഥിതിയിലെ ട്രേസ് എലമെന്റുകളുടെയും ഐസോടോപ്പുകളുടെയും വിതരണവും ജൈവരാസ പ്രക്രിയകളും മനസ്സിലാക്കുകയാണ് ജിയോ ട്രേസസ് പരിപാടിയുടെ ലക്ഷ്യം. സമുദ്രത്തിലെ സൂക്ഷ്മ കണികകൾ, സൂക്ഷ്മ ഫിലിമുകൾ, അയോണുകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈ യോഗം ചർച്ച ചെയ്യുമെന്ന് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് സെക്രട്ടറി ഡോക്ടർ M. രവിചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രക്രിയകൾ മനസ്സിലാക്കുന്നതിൽ ഇന്ത്യയുടെ സംഭാവന നിർണായകമാണെന്ന് NIO ഡയറക്ടർ പ്രൊഫസർ സുനിൽ കുമാർ സിംഗ് പറഞ്ഞു. 2012 ശേഷം NIO വീണ്ടും ഈ മീറ്റിംഗിന് ആതിഥേയത്വം വഹിക്കുന്നു. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്തു. ഗവൺമെന്റ് ITI പെർനെയിം വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ മഹേഷ് കോഡ്കർ രചിച്ച ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഷോർട്ട് നോട്ട്സ് ആൻഡ് MCQs എന്ന പുസ്തകം പുറത്തിറങ്ങി. സ്കിൽ ഡെവലപ്മെന്റ് ഡയറക്ടർ വിനായക് കാംബ്ലി പുസ്തകം ചടങ്ങിൽ വെച്ച് പുറത്തിറക്കി. ജില്ലാ പഞ്ചായത്ത് അംഗം രംഗനാഥൻ കൽവേഷ്കർ, പർസേം സർപഞ്ച് അജയ് കലങ്കുത്കർ, പ്രിൻസിപ്പൽ സന്ദീപ് ഗോഡെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇലക്ട്രിക്കൽ വയർമാൻ ട്രേഡുകളിലെ 1ാം വർഷ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. വൈദ്യുതി സുരക്ഷ, കേബിളുകൾ, ട്രാൻസ്ഫോർമറുകൾ, AC/DC കണക്ഷനുകൾ, ബാറ്ററികൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇലക്ട്രിക്കൽ സ്റ്റേഷൻ ഓപ്പറേറ്റർ, ലൈൻമാൻ പോലുള്ള തസ്തികകളിലേക്കുള്ള മത്സര പരീക്ഷകൾക്കും ഈ പുസ്തകം വളരെ ഉപകാരപ്രദമാണെന്ന് രചയിതാവ് മഹേഷ് കോഡ്കർ പറഞ്ഞു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 12 നടന്ന GMCA പോണ്ടയുടെ ഓണാഘോഷ പരിപാടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.